പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതിയിൽ വിശദീകരണവുമായി ഒയാസിസ് കമ്പനി. മലമ്പുഴയിൽ നിന്ന് വെള്ളം ആവശ്യമില്ലെന്നും മഴവെള്ള സംഭരണിയിൽ വെള്ളം കണ്ടെത്തുമെന്നും കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. കമ്പനി ആരംഭിച്ചാൽ ജലക്ഷാമം, മലിനീകരണം എന്നിവയുണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്ക് വേണ്ട. പദ്ധതിക്ക് അനുമതി നേടാൻ ആർക്കും കൈക്കൂലി നൽകിയിട്ടില്ലെന്നും കമ്പനിയുടെ വിശദീകരണം. അതേസമയം കേരളത്തിൽ എഥനോൾ ഉൽപാദനത്തിന് അനുമതി ഒയാസിസിന് മാത്രമെന്ന കേന്ദ്ര ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഇക്ബാൽ അറക്കലും VS രഞ്ജിത്തും നൽകും കൂടുതൽ വിവരങ്ങൾ. ആദ്യം ഇക്ബാൽ അറക്കലിലേക്ക്. ഇക്ബാൽ അറക്കൽ, ഇതാദ്യമായി ഒയാസിസിന്റെ ഭാഗത്തു നിന്ന് ഈ കമ്പനിയിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കമ്പനിയുടെ നടത്തിപ്പിന് ആവശ്യമായ ജലം കണ്ടെത്തുന്നതിനുള്ള മാർഗമായി എന്താണ് മുന്നിലുള്ളത്? ഇതടക്കം വിശദീകരിക്കുകയാണ്. സർക്കാരിന് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന പദ്ധതി മൂലം ഒരു ബുദ്ധിമുട്ടും പ്രദേശത്തുണ്ടാകില്ല എന്ന ഒരു ഉറപ്പുകൂടിയല്ലേ വിശദീകരണത്തിൽ ഒയാസിസ് കൂട്ടിച്ചേർക്കുന്നത്? സുജിയ, ഒയാസിസ് കൊമേഴ്ഷ്യൽ പാലക്കാട് എലപ്പുള്ളിയിൽ ഈ ബ്രൂവറി ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം നാട്ടുകാരെല്ലാം ഒരുപോലെ ആശങ്ക ഉയർത്തിയിരുന്നത് ജലചൂഷണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കമ്പനി ഉണ്ടാക്കാൻ പോകുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിലാണ് ഇപ്പോൾ ഒയാസിസ് കൊമേഴ്ഷ്യലിന്റെ പ്രതിനിധികൾ കൃത്യമായി തന്നെ റിപ്പോർട്ടിലൂടെ അവരുടെ വിശദീകരണം അറിയിക്കുന്നത്. കമ്പനി ഒരു കാരണവശാലും ഈ എലപ്പുള്ളിയിലെ ഭൂഗർഭ ജലം ഉൾപ്പെടെ ചൂഷണം ചെയ്യുകയില്ല. മാത്രമല്ല, മലമ്പുഴയിൽ നിന്നും തൽക്കാലം വെള്ളം എടുക്കാനുള്ള പദ്ധതിയും നിലവിലില്ല. കമ്പനി തങ്ങളുടെ 26 ഏക്കർ സ്ഥലത്തിനകത്ത് തന്നെ 5 ഏക്കറിൽ വലിയൊരു മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നുണ്ട്. അതിൽ തന്നെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉണ്ടാവുകയും ചെയ്യും. ആ വെള്ളം മാത്രം മതിയാവും കമ്പനിക്ക് മദ്യോൽപാദനത്തിന് എന്നാണ് ഇപ്പോൾ ഈ മദ്യ കമ്പനിയുടെ പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, എഥനോൾ മദ്യം എന്നിവ നിർമ്മിച്ചതിന് ശേഷമുള്ള മാലിന്യം ഉപയോഗിച്ച് കമ്പനി കാലിത്തീറ്റയും അതുപോലെ തന്നെ ഡ്രൈ ഐസ് എന്നിവ നിർമ്മിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ മലിനീകരണം എന്ന് പറയുന്ന പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഈ കമ്പനിയുടെ പ്രതിനിധികൾ അറിയിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷത്തിന് ശേഷം ഈ കമ്പനിയുടെ ഈ പ്രദേശത്ത് തന്നെ 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇതിൽ തന്നെ 3 മെഗാവാട്ട് വൈദ്യുതി KSEBിക്ക് നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയും കമ്പനിക്കുണ്ട് എന്നാണ് അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, സർക്കാർ ഉൾപ്പെടെ അതുപോലെ തന്നെ CPM ഉൾപ്പെടെ ഈ കമ്പനിയെ ന്യായീകരിച്ചിരുന്നത് തൊഴിലവസരവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ കാര്യം തന്നെയാണ് കമ്പനിയും കൃത്യമായി തന്നെ വിശദീകരിക്കുന്നത്. 1200-ലധികം പ്രദേശവാസികൾക്ക് ഈ കമ്പനിയിൽ ജോലി നൽകാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്. ഇതിൽ തന്നെ ആദ്യ മുൻഗണന നൽകുക കമ്പനി ആരംഭിക്കാൻ പോകുന്ന എലപ്പുള്ളിയിലെ മണ്ണുകാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. എലപ്പുള്ളിയിലെ 6ാം വാർഡായ മണ്ണുകാടാണ് ഈ കമ്പനി ആരംഭിക്കാൻ പോകുന്നത്. അവിടുത്തെ പ്രദേശവാസികൾക്കായിരിക്കും ഈ കമ്പനിയിൽ ആദ്യം തന്നെ തൊഴിൽ നൽകുമ്പോൾ അവർക്കായിരിക്കും മുൻഗണന. അത് എന്തുകൊണ്ടാണെന്നും കമ്പനി കൃത്യമായി തന്നെ അറിയിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും രീതിയിലുള്ള ജലചൂഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ പ്രവണതകളോ കമ്പനിക്കകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ഇവർക്ക് പരിശോധിക്കാൻ കഴിയും. അതൊരിക്കലും നടക്കുന്നില്ല എന്ന് ഉറപ്പ് ജനങ്ങൾക്ക് കൂടി നൽകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കൃത്യമായി തന്നെ ആദ്യം മുൻഗണന നൽകിക്കൊണ്ട് ജോലി നൽകുന്നതെന്നാണ് കമ്പനിയുടെ ഭാരവാഹികൾ അറിയിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഉപയോഗശൂന്യമായ അരി ഉൾപ്പെടെയാണ് കമ്പനി മദ്യോൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് കമ്പനി പാലക്കാട് തന്നെ തെരഞ്ഞെടുക്കുന്നു എന്ന ചോദ്യം ഒരുപാട് ആളുകൾ ഉയർത്തിയിരുന്നു. അരിയുടെ ലഭ്യത, അതായത് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലായ അരിയുടെ ലഭ്യത പാലക്കാട് ഒരുപാടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അതിന് കടത്തുകൂലി ഉൾപ്പെടെ വലിയ രീതിയിൽ ചെലവേറും. പാലക്കാട് തന്നെ അരിക്ക് വലിയ രീതിയിൽ സാധ്യതയുള്ളതുകൊണ്ടാണ് പാലക്കാട് തന്നെ തെരഞ്ഞെടുത്തത്. ഇതിൽ തന്നെ പാലക്കാട് എലപ്പുള്ളി പോലുള്ള ഒരു വരണ്ട മേഖല എന്തിനാണ് തെരഞ്ഞെടുത്തത് എന്നുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായി തന്നെ കമ്പനി പറയുന്നുണ്ട്. അതായത് പ്രളയം ബാധിക്കാത്ത മേഖലയായതിനാലാണ് എലപ്പുള്ളിയെ കമ്പനി തെരഞ്ഞെടുത്തതെന്നാണ് ഇപ്പോൾ കമ്പനിയുടെ ഭാരവാഹികൾ ജലക്ഷാമവും മലിനീകരണവും സംബന്ധിച്ചുള്ള ആശങ്ക ജനങ്ങൾക്ക് വേണ്ട. ആദ്യഘട്ടത്തിൽ ബോട്ട്ലിംഗ് മാത്രമാണ്. അത് ഈ വർഷം തന്നെ തുടങ്ങാൻ പോകുന്നു. ഇനി അറിയേണ്ടത് എഥനോൾ ഉൽപാദനത്തെക്കുറിച്ചാണ്. VS രഞ്ജിത്ത്, ഇപ്പോൾ ഇക്ബാൽ പറഞ്ഞത് കമ്പനിയുടെ വേർഷനാണ്. കഴിഞ്ഞ ഫെബ്രുവരി 9-ാം തീയതി കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടിയിരിക്കുന്നത് ഒയാസിസിന് മാത്രമാണ്. അത് എഥനോൾ പ്രൊഡക്ഷന് വേണ്ടിയാണ്. എഥനോൾ പ്രൊഡക്ഷൻ, അതായത് സ്പിരിറ്റ് ഉൽപാദനത്തിലേക്ക് 2ാം ഘട്ടത്തിലാണ് ഒയാസിസ് കേരളത്തിൽ കടക്കുന്നത്. പക്ഷേ അവർക്ക് ഈ എഥനോൾ ഉൽപാദനത്തിന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കിട്ടിയിരിക്കുന്ന അനുമതിയിൽ അഡ്രസ്സായി കൊടുത്തിരിക്കുന്നത് ഇതേ എലപ്പുള്ളിയും പാലക്കാടും തന്നെയല്ലേ രഞ്ജിത്ത്? സുജിയ, ഇവർക്ക് എഥനോൾ പ്രൊഡക്ഷന് വേണ്ടി ഈ ഓയിൽ കമ്പനികൾ ടെൻഡർ ക്ഷണിച്ച സമയത്ത് അതിൽ അനുമതിയായി മറ്റ് സംസ്ഥാനങ്ങളിൽ പല കമ്പനികൾക്കും കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ 1, 2, 3 കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ട്, ഗോവയിലുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ഇതിനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത് എഥനോൾ പ്രൊഡക്ഷന് വേണ്ടി ഒയാസിസിന് വേണ്ടി മാത്രമാണ്. അതായത് കേരളത്തിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി തയ്യാറായി അവരുടെ ഇൻട്രസ്റ്റ് അറിയിച്ച് ഈ ഓയിൽ കമ്പനികളുടെ ടെൻഡറിൽ പങ്കെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുള്ള ഏക കമ്പനി. ഇത് സർക്കാർ ഉത്തരവിലും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആ സർക്കാർ ഉത്തരവിൽ സൂചിപ്പിക്കുന്ന, അതായത് കേരള സർക്കാരിൻ്റെ ഉത്തരവിൽ സൂചിപ്പിക്കുന്ന പ്രകാരം എഥനോൾ ഉൽപ്പാദനത്തിന് ഒയാസിസിന് മാത്രമാണ് അനുമതി കിട്ടിയിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന
സർക്കാർ ഉത്തരവാണ് നമ്മുടെ കൈവശമുള്ളത്. ആ കൈവശമുള്ള ഉത്തരവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേ രീതിയിൽ അനുമതി ലഭിച്ചിട്ടുള്ള മറ്റ് കമ്പനികളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഓയിൽ കമ്പനികൾക്ക് എത്തനോൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കുകയും ഓയിൽ കമ്പനികൾക്ക് വേണ്ടി എത്തനോൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരും നീതി ആയോഗും നിശ്ചയിച്ച സമയത്ത് ആ നിശ്ചയിച്ച പ്രകാരമുള്ള ടെൻഡറാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ക്ഷണിച്ചത്. അതിൽ പങ്കെടുത്തിട്ടുള്ള കമ്പനികളിൽ കേരളത്തിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ആ ടെൻഡറിൽ പങ്കെടുക്കുകയും അതിൽ കേരളത്തിൽ അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഒയാസിസിന് മാത്രമാണ്. നമ്മളിൽ കൈവശമുള്ള ഉത്തരവ് പ്രകാരം ഒയാസിസിന്റെ പേര് മാത്രമാണ് കേരളത്തിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ലൈസൻസ് അംഗീകരിച്ച ഉത്തരവിനകത്ത് കാണപ്പെടുന്നത്. അതായത് ഈ കേരള സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്ന കാര്യം ശരിവെക്കുന്ന ഒരു ഉത്തരവിന്റെ പകർപ്പ് അവിടെയാണ് അറിയേണ്ടത് രഞ്ജിത്ത്. അത് എഥനോൾ പ്രൊഡക്ഷന് വേണ്ടിയാണ്. എഥനോൾ പ്രൊഡക്ഷന് വേണ്ടി ഇപ്പോൾ രഞ്ജിത്തിന്റെ കയ്യിലുള്ള ഉത്തരവിൽ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് വൈസ് ഷോർട്ട് ലിസ്റ്റഡ് ബിഡേഴ്സ്, അതിൽ തമിഴ്നാട്ടിൽ ഒന്നിലധികം കമ്പനികളുണ്ട്. MS നന്ദാദേവിയുണ്ട്, ബിന്നി ന്യൂ ഉണ്ട്, പോപ്പീസ് ഉണ്ട്, സ്റ്റെല്ലാർ ഉണ്ട്, അങ്ങനെ നിരവധി കമ്പനികൾ, ഒരു 8-9 കമ്പനികളുടെ പേരുണ്ട്. ഗോവയിൽ ഒരു കമ്പനിക്കാണ്, ജമ്മു കശ്മീർ ഒപ്പം ലഡാക്ക് അവിടെയും 2 കമ്പനികൾക്കാണ്. കേരളത്തിൽ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് യൂണിറ്റ് കേരള എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുമതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബോട്ട്ലിംഗ് പ്ലാന്റ് അല്ലേ രഞ്ജിത്ത് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത്? ബോട്ട്ലിംഗിന് ശേഷം എഥനോളിലേക്ക് വരുന്നു. അപ്പോൾ ഈ സംയോജിത യൂണിറ്റ് ഇവിടെ നിലവിലുണ്ട് എന്ന ഒരു കാര്യമായിരിക്കുമോ ഈ ബിഡിങ്ങിൽ കമ്പനി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവുക? അല്ല, ഇവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ 7ഓളം പ്ലാന്റുകൾ ഇവരെ കൈവശമുണ്ട്. കേരളത്തിൽ ഇവർ പദ്ധതി ഇട്ടിരിക്കുന്നത് 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു മൾട്ടി പ്ലാന്റ് ആണ്. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൽ 2025 ഇവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ബോട്ടിലിംഗ് മാത്രമാണ്. അതായത് ഇപ്പോൾ കേരളത്തിൽ അത് നടക്കുന്നുണ്ട്. വിദേശ മദ്യം ഇവിടെ എത്തിക്കുന്നു, ഇവിടെ നിന്ന് അത് ബോട്ടിലാക്കി വിൽക്കാൻ വേണ്ടി പാകത്തിലാക്കുന്നു. ആ ബോട്ടിലിംഗ് ആണ് ഒരു ഘട്ടത്തിൽ നടക്കുക. 2ാം ഘട്ടത്തിൽ 2027 ഒക്കെ ആകുമ്പോഴേക്കും ഇവരിതിൻ്റെ എത്തനോൾ പ്രൊഡക്ഷനിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ഈ എത്തനോൾ പ്രൊഡക്ഷൻ്റെ കാര്യമെന്ന് പറയുന്നത് ഓയിൽ കമ്പനികൾക്ക് എത്തനോൾ ആവശ്യമായി വന്നിരിക്കുന്നത് നമ്മുടെ ഓയിലിനകത്ത് ക്രൂഡ് ഓയിലിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എത്തനോൾ മിക്സിംഗ് എന്ന് പറയുന്ന ഒരു കരാറ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള അനുമതി മറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നത്. അതിൽ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2027 ആകുമ്പോഴേക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി പൂർത്തിയാവുന്ന മുറയ്ക്ക് 5 വർഷം ആണ് ഈ പദ്ധതി പൂർത്തിയാവുക. ആ പൂർത്തിയാവുന്ന മുറയ്ക്ക് ഫുൾ ഫ്ലെഡ്ജ് ആകുമ്പോഴേക്കും അവിടെ മനുഷ്യന് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്പിരിറ്റ്, ഇപ്പോൾ ഈ എത്തനോൾ എന്ന് പറയുന്നത് അത് ഇൻഡസ്ട്രിയൽ എത്തനോളാണ്, ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ആണ്. ആ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ഹ്യൂമൻ കൺസംഷന് ആവശ്യമായിട്ടുള്ള സ്പിരിറ്റ് ആക്കി മാറ്റുന്ന 3ാം ഘട്ടത്തിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇവിടെ ബോട്ടിലിംഗ് മാത്രമായിരിക്കും നടക്കുക. ആ ബോട്ടിലിംഗ് നടക്കുന്ന ഘട്ടത്തിൽ അവിടെ വാട്ടർ കൺസംഷൻ ആവശ്യം വരുന്നില്ല, സീറോ വേസ്റ്റേജ് ആണ്. 2ാം ഘട്ടത്തിലാണ് വാട്ടർ കൺസംഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഈ വാട്ടർ അപ്പോഴേക്കും ആ ജലസംഭരണിയുടെ കൃത്യമായ കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നതായിരിക്കാം കമ്പനി ലക്ഷ്യമിടുന്നത്. കമ്പനിയുടെ ഭാഗത്തു നിന്ന് രഞ്ജിത്ത് ചുമച്ചോളൂ. കാലാവസ്ഥ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ രഞ്ജിത്തും ദീപക് മോഹനുമാണ് വിവരങ്ങൾ ഇക്ബാൽ അറക്കലുമാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബ്രൂവറി പ്ലാന്റ് അതൊരു സംയോജിത പ്ലാന്റാണ്. ആദ്യഘട്ടത്തിൽ ബോട്ട്ലിംഗ് യൂണിറ്റ്, 2ാം ഘട്ടത്തിൽ എഥനോൾ പ്രൊഡക്ഷനിലേക്ക്, സ്പിരിറ്റ് ഉൽപാദനത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ 5 ഏക്കറിൽ ജലസംഭരണി, അതുമൂലം ജലക്ഷാമം ഉണ്ടാകില്ല എന്നാണ് കമ്പനി നൽകുന്ന വാഗ്ദാനം. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.